ബഹുമാന്യരെ, കേരള ചരിത്രത്തിലാദ്യമായി ഒരു UP സ്കൂൾ ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചൂണ്ടൽ UP സ്കൂൾ 2 ദിവസമായി അടഞ്ഞു കിടക്കുകയാണ്. അവിടെ കുട്ടികളെ രക്ഷാകർത്താക്കൾ അയക്കുന്നില്ല. കാരണം തെരുവുനായ സ്കൂളിനുള്ളിൽ പെറ്റുകിടക്കുന്നതാണ്. കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു പള്ളിക്കൂടം, ഒരു വിദ്യാലയം തെരുവുനായകളുടെ ശല്യം കൊണ്ട് പൂട്ടപ്പെടുന്നത്. ഒപ്പം കുമളിയിൽ 3 കുട്ടികളെ നായ കടിച്ചു, ഒരു നാട്ടുകാരനെയും. അവർക്ക് ഔഷധം ലഭ്യമല്ലാത്തതുകൊണ്ട് അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി വാർത്ത വന്നിരിക്കുന്നു. വളരെ വിസ്മയകരമായ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതാണ്ട് 2-3 ദശകങ്ങളായി തെരുവ് നായ്ക്കളുടെ തേർവാഴ്ച കേരളത്തിൽ ഉടനീളം നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ നായ കടിച്ചു എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. എന്നാൽ ഇതൊരു പ്രശ്നമായി ആരും തന്നെ ഗൗരവപൂർവ്വം എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ദിനം പ്രതി 10,000-കണക്കിന് ആളുകളെ നായ കടിക്കുന്നുണ്ട്. അതിലെ ആകെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം കടിക്കപ്പെട്ടു. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതൊരു വിഷയമല്ല എന്ന മട്ടാണ് കാണുന്നത്. ഇതിന്റെ പിന്നിലെ ദുരൂഹത എന്ത് എന്ന് ചിന്തിക്കേണ്ട അവസരം സമാഗതമായിരിക്കുന്നു. ഇതുവരെ പറഞ്ഞു വന്നത് കോടതിയുടെ അനുവാദമില്ലാതെ നായ്ക്കളെ പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് ശരിയാണ് താനും. എന്നാൽ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പ്രസ്പഷ്ടമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തെരുവ് നായ്ക്കളിൽ ഉപദ്രവകാരികളായവരെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കോടതി എതിരല്ല. വളരെ വ്യക്തമായി അക്കാര്യം കോടതി നമ്മുടെ ജനങ്ങൾക്ക് മുമ്പാകെ വിളംബരം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിൽ ഈ പ്രതിഭാസം അഭംഗുരം നടക്കുകയാണ്. ആർക്കും ഇതൊരു വിഷയമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം കാറിൽ സഞ്ചരിക്കുന്നുകൊണ്ടാകാം അവർക്ക് ഇതൊരു വിഷയമല്ലാത്തത്. നമ്മുടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എടുത്താലും അവരുടെ എല്ലാം നേതാക്കൾ ഇപ്പോൾ കാറിലാണ് സഞ്ചരിക്കുന്നത്. മിക്കവാറും എല്ലാ നേതാക്കളും. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് നായകടി ഒരു ശല്യമാകുന്നില്ല. മറിച്ച് ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് ഇതൊരു വലിയ വിഷയമാണ്. ജനങ്ങളുടെ സ്വൈര ജീവിതം അലങ്കോലപ്പെടുന്നു. കുട്ടികൾക്ക് സ്വൈരമായി സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. നായകൾ കുട്ടികളെ വളഞ്ഞിട്ട് കടിക്കുന്ന രംഗം നിരവധി നമ്മൾ മൊബൈലിൽ കണ്ടിട്ടുണ്ട്. മരവിച്ച മനസാക്ഷിയുള്ള ഉള്ളവർക്ക് പോലും അത് കണ്ടു നിൽക്കാൻ സാധ്യമല്ല. കാരണം ആ രംഗം കണ്ടാൽ മരം പോലും മരവിച്ചു പോകും. അത്രയ്ക്ക് ദയനീയമാണ് കുട്ടികളുടെ അവസ്ഥ. എല്ലാ കുട്ടികളും വാഹനത്തിലാണ് സ്കൂളിൽ പോകുന്നത് എന്നുള്ളത് മിഥ്യാധാരണ മാത്രമാണ്. നടന്നു പോകുന്ന സാധാരണക്കാരുടെ മക്കൾ നിരവധിയുണ്ട്. അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാനും വിദ്യാലയങ്ങളിൽ പോകുവാനും പഠിക്കുവാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്, കർത്തവ്യമാണ്. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതും ഗവൺമെന്റിന്റെ കർത്തവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നായ്ക്കൾ മുഖേന കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള അസൗകര്യം വളരെ വലുതാണ്. വ്യായാമാർത്ഥം നടക്കുന്ന പലരും ആ നടത്തം തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു നായപ്പേടിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി നായകളെ ഒഴിവാക്കാൻ അനുവാദം നൽകിയിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയും
ഇത് നിയമസഭയിൽ പോലും ഉന്നയിക്കുന്നില്ല. ഒരു MLA-ക്കും ഇതൊരു പ്രശ്നവുമല്ല. പിന്നെ ഇവരൊക്കെ എന്ത് ജനപ്രതിനിധികളാണ്? ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഇവർ ആരെയാണ് വാസ്തവത്തിൽ പ്രതിനിധീകരിക്കുന്നത്? വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണിത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഇക്കാര്യത്തിൽ സത്വരമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഉറപ്പുവരുത്തേണ്ടത്, സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, സാധാരണ തൊഴിലാളികളെ ബാധിക്കുന്ന, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഈ മൗലികമായ പ്രശ്നത്തിൽ വളരെ ഗൗരവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.